കൊന്നിച്ചിവ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. നമ്മളിന്ന് ഡീമൺ സ്ലെയറിന്റെ ചാപ്റ്റർ 195 ആയിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതിനർത്ഥം ഇനി വെറും 10 ചാപ്റ്റേഴ്സും കൂടെ ഉള്ളു ഡീമൺ സ്ലെയർ എന്ന് പറയുന്ന സീരീസ് കംപ്ലീറ്റ്ലി തീരാനായിട്ട്. ഇനി ഇറങ്ങാതിരിക്കുന്ന 10 ചാപ്റ്റേഴ്സും വളരെ ക്രൂഷ്യലാണ്. അതുകൊണ്ട് അതൊന്നും നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് നമ്മുടെ പേജ് നിങ്ങൾ ഇപ്പൊ തന്നെ സബ് ചെയ്ത് വെച്ചേക്ക്. പിന്നെ വൺ പീസിന്റെ ഡീമൺ സ്ലെയറിന്റെ പ്ലേലിസ്റ്റ് ഞാൻ മുകളിൽ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. ഇനി നമുക്ക് ഒരു നിമിഷം പോലും വെയിറ്റ് ചെയ്താൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ചാപ്റ്ററിന്റെ കവർ പേജിന്റെ അകത്ത് നമ്മുടെ പൂച്ചയില്ലേ, ആ പൂച്ച ഒരു സെറവായിട്ട് നമ്മുടെ മിറ്റ്സുവിന്റെ അടുത്തായിട്ട് പോകുന്നുണ്ട്. ഞാൻ അവനെ ആദ്യമായിട്ട് കണ്ടപ്പോൾ അവൻ വെറും വീക്കായിരുന്നു. അവന് ദേഷ്യമില്ല, സങ്കടമില്ല, സഹതാപമില്ല, എന്തിന് ഫൈറ്റ് ചെയ്യാൻ ഒരു വിൽ പവർ പോലും അവനില്ലായിരുന്നു. എങ്കിലും അവൻ ഇത്രയധികം മുറിവുകൾ എനിക്ക് തന്നു. അവൻ എനിക്ക് തന്ന ഓരോ മുറിവുകളും ഇത്രയൊക്കെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒരു സൂര്യനെ പോലെ എന്റെ ശരീരത്തിൽ ചുട്ടു പൊള്ളുന്നുണ്ട്. ദൈവത്തിന് പോലും അവൻ എന്തുവാണ് അടുത്തത് ചെയ്യാൻ പോകുന്നതെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റത്തില്ലായിരുന്നു. ഞാനീ പറയാൻ പോകുന്നത് വെറും ഒരു കെട്ടുകഥയായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്നാൽ സത്യം ഇതാണ്, ഞാനല്ല ശരിക്കുള്ള മോൺസ്റ്റർ, അത് അവനായിരുന്നു. നമ്മുടെ താഞ്ചിറോ പറയുന്നുണ്ട് മുസാനെ പുള്ളിക്കാന്റെ വൂൺസ് മറക്കാൻ സാധിക്കുന്നില്ല. അതിനർത്ഥം മുസാൻ ഉറപ്പായിട്ടും വീക്ക് ആയിട്ടുണ്ടെന്നാണ്. ആ 12 ഫോംസ് ഒരേപോലെ കണക്ട് ആയപ്പോൾ മുസാനെ എനിക്കൊരു കോർണറിലേക്ക് മാറ്റാൻ സാധിച്ചു. എനിക്ക് ഇനിയും പറ്റും. ഞാൻ മരിച്ചാലും അവനെ ഞാൻ ഡിഫീറ്റ് ചെയ്തിട്ടേ മരിക്കത്തുള്ളൂ. നമ്മുടെ മുസാന്റെ ശരീരത്തിലുള്ള ഓരോ മുറിവുകളും അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങിക്കൊണ്ടേയിരുന്നു. അതിനർത്ഥം അത് അവന്റെ തലച്ചോറ് ഹൃദയം ഇരിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അനങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ എനിക്ക് സീത്രൂ വെല്ലിക്ക് കാണാൻ സാധിച്ചില്ല എങ്കിലും മുസാന്റെ വീക്ക് സ്പോട്ട് എനിക്ക് ശ്രദ്ധിച്ച് അവിടേക്ക് അറ്റാക്ക് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റും. എന്നാൽ ഒബനായിക്കും കൂടെ കാണാൻ പറ്റുമായിരുന്നെങ്കിൽ അത് വലിയൊരു ഉപകാരമായിരുന്നു. പക്ഷെ പുള്ളിക്കാരൻ ഇപ്പൊ കാണാൻ പറ്റുന്നില്ല. അതിന് ഞാൻ എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ. പെട്ടെന്നാണ് നമ്മുടെ താഞ്ചിറോയ്ക്ക് നമ്മുടെ യൂഷിയുടെ ആ ടെക്നിക്ക് ഓർമ്മ വരുന്നത്. എന്നാൽ പെട്ടെന്നൊരു കാക്ക വന്ന് ഇനി 40 മിനിറ്റും കൂടെയുള്ള സൂര്യൻ വരാനായിട്ടെന്ന് പറയാൻ എത്തും. മുസാൻ ഇത് കേൾക്കുന്നുണ്ട്. തൊട്ടടുത്ത പാലി മുസാൻ അവിടുന്ന് ജീവനും കൊണ്ട് ഓടുവാണ്. ഒബനെ അവൻ ഓടിയെന്ന് പറഞ്ഞുകൊണ്ട് താഞ്ചിറോ മുസാനെ പുറകെ ഓടാൻ നോക്കുന്നുണ്ട്. അപ്പൊ ഒബനെ പറയുന്നുണ്ട് അവൻ ഓടിയെന്നോ. ശരിയാണ്, മുസാൻ ഒരു സാമുറായൊന്നും അല്ലല്ലോ. അവൻ പ്രൈഡ് വെച്ച് ഫൈറ്റ് ചെയ്യാനായിട്ട് അവനൊരു ജീവൻ മാത്രമാണ്. അവൻ എങ്ങനെയെങ്കിലും ജീവിച്ചിരിക്കണമെന്ന് മാത്രമാണ് അവന്റെ ലക്ഷ്യം. അതുകൊണ്ട് അവൻ ഓടിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. സാധാരണ ഓടുന്നതിനെക്കാട്ട് നല്ല സ്പീഡിലാണ് മുസാൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ താഞ്ചിറോയ്ക്ക് പുള്ളിക്കാരനെ ക്യാച്ച് ചെയ്യാൻ പോലും പറ്റുന്നില്ല. അത്രയധികം വേഗത്തിലാണ് മുസാനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ മുസാൻ അവിടെ നേരത്തെ മരിച്ചു വീണ കുറെ ഡീമൺ സ്ലേയേഴ്സിൽ അവരുടെ ശരീരത്തെ ചവിട്ടി ഓടാൻ തുടങ്ങും. ഇത് കാണുന്ന നമ്മുടെ താഞ്ചിറോയ്ക്ക് വളരെയധികം ദേഷ്യം വരും. മുസാൻ തിരിഞ്ഞു നോക്കാനടുത്ത് പുള്ളിക്കാരനെ പുറകിൽ കുറെ അധികം സോഡ് സീനവും നിൽക്കുന്നു. പുള്ളിക്കാരൻ അറ്റാക്ക് ചെയ്ത് അപ്പം തന്നെ പൊട്ടിച്ച് കളയുന്നു. എന്നാൽ താഞ്ചിറോ വിട്ടുകൊടുത്തില്ല. പുള്ളിക്കാരന്റെ സോഡ് കടിച്ചു പിടിച്ചിട്ട് അവിടെ കിടന്ന എല്ലാ സോഡ്സും എടുത്ത് മുസാനെ നേരെ എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുസാൻ പറയുന്നുണ്ട് ഇവന്മാർക്ക് ഇതുവരെ മതിയായില്ല, ഇവന്മാർക്ക് മേലല്ല, എന്നിട്ട് വീട്ടിൽ പുറകെ വരുന്ന എന്തിനാ. അത് മാത്രമല്ലാതെ ഇപ്പൊ എന്റെ ശരീരത്ത് ഒരു സോഡ് തറച്ചു കയറുന്നതാണ് ഏറ്റവും വലിയ അപകടകരമായ കാര്യം. എന്നാൽ ഇത് പറഞ്ഞ് കഴിയാൻ നേരത്ത് മുസാന്റെ കഴുത്തിൽ കൂടെ നമ്മുടെ ഒബനെ പുള്ളിക്കാരന്റെ റെഡ് ബ്ലേഡില്ലേ അത് ഇറക്കും. താഞ്ചിറോ അങ്ങോട്ട് ഓടി വന്ന് മുസാനെ അറ്റാക്ക് ചെയ്യേണ്ടത്. അവർ രണ്ടുപേരും രണ്ട് സൈഡിലോട്ട് മാറാൻ നേരത്ത് താഞ്ചിറോ നമ്മുടെ യൂഷിയുടെ പേപ്പർ നമ്മുടെ ഒബനാക്കി കൊടുക്കാൻ വേണ്ടി നോക്കും. എന്നാൽ മുസാൻ അതിന് ഇടക്കാട്ട് വന്ന് അറ്റാക്ക് ചെയ്യും. അവർ രണ്ടുപേരും അത് ഡിഫെൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും അവർക്ക് നന്നായിട്ട് തന്നെ അറ്റാക്ക് കൊള്ളും. നമ്മുടെ താഞ്ചിറോ എന്ന് ആ പേപ്പറും തെറിച്ചു പോകും. താഞ്ചിറോ നമ്മുടെ ഒബനെടുക്കെ പറയുകയും ചെയ്യും 3 സ്റ്റെപ്പ് റൈറ്റിലേക്ക് വെച്ച് കഴിഞ്ഞാൽ കിട്ടും. ഇത് കേട്ട് നമ്മുടെ ഒബനെ നേരെ റൈറ്റിലേക്ക് ചാടുന്നുണ്ട്. അപ്പൊ തന്നെ മുസാനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകാൻ നേരത്ത് നമ്മുടെ താഞ്ചിറോ അത് ഡിഫെൻഡും ചെയ്യും. നമ്മുടെ ഒബനയ്ക്ക് ഇത് എവിടെയാണെന്ന് അറിയാമല്ല, കാരണം പുള്ളിക്കാരന് കണ്ണേ കാണാൻ മേല. പുള്ളിക്കാരൻ്റെ ഒരു ഊഹം വെച്ചാണ് ചാടിയിരിക്കുന്നത്. എന്നാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ പാമ്പിൽ ആ വെള്ളപ്പാമ്പ് അവൻ നമ്മുടെ ഒബനയുടെ കഴുത്തിൽ നിന്ന് നേരെ ചാടി ഈ പേപ്പറെ കടിച്ചു പിടിച്ച് നേരെ ഒബനയ്ക്ക് കൊടുക്കും. ഒബനെ നമ്മുടെ താഞ്ചിറോക്ക് നന്ദിയും പറഞ്ഞുകൊണ്ട് അടുത്ത പാനിൽ മുസാനിട്ട് ചവറ് പോലെ അറ്റാക്ക് ചെയ്യുവാണ്. മനുഷ്യർ കാണുന്ന പോലെ എനിക്ക് കാണാൻ സാധിച്ചില്ലെങ്കിലും എനിക്ക് ചെറുതായിട്ടെങ്കിലും കാണാൻ പറ്റുന്നുണ്ട്. അത് തന്നെ ധാരാളം. അവന്റെ പുറകെ വാ, നമ്മൾ നിർത്താതെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അവൻ എസ്കേപ്പ് ചെയ്യാൻ നമ്മൾ ഒരിക്കലും സമ്മതിക്കില്ലേ. നമ്മൾ രണ്ടുപേരും മതി, നമുക്ക് രണ്ടുപേർക്കൂടെ പിടിച്ചു നിർത്താൻ പറ്റും. ഇവന്മാർക്ക് എന്തിന്റെ കേടാണ്, ഇവന്മാർ എന്നെ രക്ഷപ്പെടാൻ സമ്മതിക്കുന്നില്ലല്ലോ, എന്നെ വിടുന്നില്ല. ഇങ്ങനെയാണെങ്കിൽ എന്റെ സ്റ്റാമിന ഉടനെ തന്നെ എന്റെ ലിമിറ്റിലേക്ക് എത്തുമെന്ന് പറയാൻ നേർത്ത് ഈ ഫൈറ്റ് നടക്കുന്ന സിറ്റിന്ന് കുറച്ച് ബാക്കിലായിട്ട് നമ്മുടെ നേസുക്കോ വന്ന് നിൽക്കും. പുള്ളിക്കാരുടെ വലത്തെ കണ്ണ് ഒരു ഹ്യൂമനെ പോലെയാണ് നിൽക്കുന്നത്. അത് മാത്രമല്ല പുള്ളിക്കാരി നിർത്താതെ വലത്തെ കണ്ണിൽ കൂടെ മാത്രം കരയുന്നുണ്ട്. സോ നേസുക്കോ വന്നുകൊണ്ടാണ് ഈ ചാപ്റ്റർ അങ്ങനെ അവസാനിക്കുന്നത്. നമ്മുടെ മുസാന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഘടകമാണ് നമ്മുടെ നേസുക്കോനെ എങ്ങനെ മുസാനിന് കിട്ടിക്കഴിഞ്ഞാൽ പുള്ളിക്കാരന് ഇമ്മോർട്ടൽ ആകാൻ പറ്റും. സോ ഇനി എന്ത് സംഭവിക്കും, നേസുക്കോനെ എങ്ങനെ നമ്മുടെ മുസാനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി എങ്ങനെയായിരിക്കും കഥ പോകുന്നത്. ഇനി വെറും 9 ചാപ്റ്റേഴ്സും കൂടെ ഉള്ളു. ഇതൊന്നും മിസ്സാക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ പേജ് നിങ്ങൾ ഇപ്പൊ തന്നെ സബ് ചെയ്ത് വെച്ചേക്ക്.